നമസ്കാരം. വെൽക്കം ടു ചാറ്റ് വിത്ത് ഭക്തൻ. എൻ്റെ ഒരു പോഡ്കാസ്റ്റിന്റെ പേരാണ് ചാറ്റ് വിത്ത് ഭക്തൻ എന്നുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മന്ത്രിയോടൊപ്പം പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും അതിൻ്റെ ഒരു ഭാഗ്യം എനിക്കും കിട്ടിയിട്ടുണ്ട്, താങ്കൾക്കും ലഭിച്ചു എന്ന് പറയാം. എന്തായാലും താങ്കളെ തന്നെ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഞാനും കഴിഞ്ഞ കുറേ വർഷമായിട്ട് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഒരു ട്രാവൽ വ്ളോഗറാണ്. 77 രാജ്യങ്ങൾ സന്ദർശിച്ചു. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. സ്വന്തം നാട് മുഴുവൻ സന്ദർശിച്ച് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് പോകുന്നതെന്നും പറയാം. എന്തായാലും നിലവിലിപ്പോൾ ടൂറിസം പൊതുമരാമത്ത് മന്ത്രിയാണ്. താങ്കളെപ്പറ്റി എന്താ പറയുക, കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഞാൻ ഇതേപോലെ മിനിസ്റ്ററെ കാണാൻ പോകുന്നുണ്ട്, നിങ്ങൾക്ക് മിനിസ്റ്ററോടൊരു ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടിയാൽ എന്തൊക്കെ ചോദിക്കണം എന്നൊക്കെ ആളുകളോട് ചോദിച്ചപ്പം ആളുകൾ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതിനകത്ത് പ്രധാനമായിട്ടും എല്ലാവരും ചോദിച്ചത് അദ്ദേഹത്തിനോട് റീൽസ് എടുക്കാമോ എന്നാണ്. കാരണം ഇപ്പം റീൽസ് ആണല്ലോ നമുക്ക് ഒരു പ്രശ്നമായിട്ട് എല്ലാവരും കാണുന്നത്. സോ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ശരിക്കും എന്താണ് താങ്കൾക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്? അല്ല, സോഷ്യൽ മീഡിയയെ നമ്മൾ നന്നായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരം കാര്യങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൻ്റെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ കുറിച്ച്, കേരളത്തിൻ്റെ റോഡുകൾ, അതുപോലെ തന്നെ റെസ്റ്റ് ഹൗസ് തുടങ്ങി നിരവധി കാര്യങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ നല്ല നിലയിൽ സോഷ്യൽ മീഡിയ സഹായിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനും സഹായിച്ചു. അതെ, സോഷ്യൽ മീഡിയ സഹായിച്ചിട്ടുണ്ട്. അത് എല്ലാവരും അതിൽ ഒരേപോലെ ഇടപെട്ടിട്ടുണ്ട്. അതാണ് അതിൽ നല്ല കാര്യം. അത് ഈ രണ്ട് വകുപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ വകുപ്പിൻ്റെ കാര്യത്തിലും അങ്ങനെ സോഷ്യൽ മീഡിയയെ പരമാവധി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും കണ്ടുവരുന്നൊരു പ്രത്യേകത, അധികം സമയം ആളുകൾ വീഡിയോ കാണില്ല, കുറച്ച് സമയം. ഇപ്പോൾ റീൽസിന് അതിൻ്റെ പ്രാധാന്യമുണ്ട്. യൂട്യൂബിലാണെങ്കിൽ ഷോർട്സിന് പ്രാധാന്യം ഉണ്ട്. അപ്പോൾ റീൽസ് നല്ല നിലയിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, റോഡുകൾ, പാലങ്ങൾ, റെസ്റ്റ് ഹൗസ്, പിന്നെ മറ്റ് ഇടപെടലുകളൊക്കെ റീൽസായിട്ട് പല വഴിക്കും വരുന്നുണ്ട്. ഞങ്ങളുടെ ഹാൻഡിലും വരുന്നുണ്ട്. അപ്പോൾ അത് ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണല്ലോ. അത് അവസാനിപ്പിക്കണം എന്നുള്ള അഭിപ്രായം നിങ്ങൾക്കില്ല? ഒരിക്കലും ഇല്ല. കാരണം ആർക്കും ഉണ്ടാവില്ല. ഈ വിമർശിക്കുന്നവർ പോലും ഇതിൻ്റെ ഒരു പൊതു വർത്താനം കേട്ട് ചിലർ പറയുന്നത് വളരെ മൈക്രോ മൈനോറിറ്റിയാണ്. ഇത് നന്നായി ഉപയോഗിക്കണമെന്നല്ലേ. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഈ മുഖ്യധാര മാധ്യമങ്ങൾ പലപ്പോഴും ഈ സർക്കാരിൻ്റെ നേട്ടങ്ങളൊന്നും ജനങ്ങളിൽ എത്തിക്കുന്നതിൽ വലിയ താല്പര്യം കാണിക്കാറില്ല. അതിൻ്റെ പല പൊളിറ്റിക്കൽ കാര്യങ്ങളുണ്ട്, ഞാനിതിൽ പറയുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങളുടെ മുമ്പിലുള്ള പല വഴികളിൽ ഒരു പ്രധാനപ്പെട്ട വഴിയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്നുള്ളത്. അത് ഞങ്ങൾ ഉപയോഗിക്കുന്നു, ഞങ്ങൾ ഇടപെടുന്നു, അതിന് നല്ല പിന്തുണ കിട്ടുന്നുണ്ട്. പിന്നെ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ചുമതല ഏൽക്കുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളാണ്. 2009 മുതൽ വളരെ ആക്റ്റീവായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളാണ്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നിന്നും നിശ്ചയിക്കപ്പെട്ടതിൻ്റെ ഭാഗമായി മത്സരിച്ചിരുന്നു. അപ്പോൾ അന്ന് ആണ് ഈ സോഷ്യൽ മീഡിയ, അന്ന് ഓർക്കൂട്ടാണ്. പിന്നെ ഫേസ്ബുക്ക് തുടങ്ങി. അപ്പോൾ അന്ന് എനിക്കൊപ്പം SFI രംഗത്തൊക്കെ പണ്ട് പ്രവർത്തിച്ച പലരും കോഴിക്കോട് വന്ന് നിന്ന് അവരായിരുന്നു സോഷ്യൽ മീഡിയ അന്ന് ഹാൻഡിൽ ചെയ്തത്. ഫേസ്ബുക്കിലും മറ്റും അവർ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞു, എനിക്ക് പല സ്ഥലത്തു നിന്നും ഫോൺ വിളി വരാൻ തുടങ്ങി. അല്ല, ഇതെന്താ നിങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ പരാജയപ്പെട്ടിരുന്നു, 838 വോട്ടിനാണ്. അല്ല, നിങ്ങൾ ഈ പരാജയപ്പെട്ടാകെ ക്ഷീണിച്ചു പോയി, അപ്പോൾ ഞങ്ങൾക്ക് മറുപടി ഒന്നും തരുന്നില്ല, ഞങ്ങൾക്കൊപ്പം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിളി വന്നു. അപ്പോഴാണ് ഞാൻ പിന്നെ രണ്ടാമതും തുറന്നു നോക്കിയപ്പോൾ 100 കണക്കിന് മെസ്സേജാണ് ഓർക്കൂട്ടിലും. പിന്നെ അതിന് റിപ്ലൈ ചെയ്തു. പിന്നെ അന്ന് മുതൽ ഇതിൻ്റെ ഭാഗമായി. അപ്പോൾ ആക്റ്റീവായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരു 12 കൊല്ലത്തിന് ശേഷമാണ് മന്ത്രി എന്ന ചുമതല വഹിക്കുന്നത്. അപ്പോൾ അതിനിടയിലുള്ള കാലത്ത് ഇപ്പോൾ DYFIയുടെ അഖിലേന്ത്യാ കേന്ദ്രത്തിൽ നിശ്ചയിക്കപ്പെട്ടതിൻ്റെ ഭാഗമായി അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറിയായും പ്രസിഡൻ്റൊക്കെ ആയി പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും പല പരിപാടികളിൽ പോകാനും പല നിലയിലും ഇടപെട്ടിരുന്നു. അതൊക്കെ അന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട്. അപ്പോൾ അതാത് സ്റ്റേറ്റിലെ അവസ്ഥകളൊക്കെ തന്നെ ഇവിടെ പങ്കുവെക്കാറുണ്ട്. അതിനും അന്ന് നല്ല റീച്ച് പൊതുവെ ലഭിച്ചിരുന്നു. നിങ്ങൾ പഴയ പ്രൊഫൈലൊക്കെ എടുത്ത് അതിലെ പോസ്റ്റുകളൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായപ്പോൾ ഞാൻ പ്രതിദാനം ചെയ്യുന്ന മുന്നണി
എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമൊക്കെ തന്നെ സോഷ്യൽ മീഡിയ നന്നായി ഉപയോഗിക്കണം അതെ എന്നാണ് ഞങ്ങളോട് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളുള്ള സ്ഥലത്തേക്കാണല്ലോ നമ്മൾ എത്തിച്ചേരേണ്ടത്. ഇപ്പം പത്രവായനയും ടി വി കാണലും ഒക്കെ ആളുകൾ കുറഞ്ഞ എല്ലാവരും മൊബൈൽ ഫോണിൽ ഇരിക്കുമ്പോൾ നമ്മൾ മൊബൈൽ ഫോണിലേക്ക് എത്തിച്ചേരുന്നു അല്ലേ, ആളുകളുടെ വിരൽത്തുമ്പിലേക്ക്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം നമ്മളൊരു നല്ല ടൂറിസ്റ്റ് കേന്ദ്രം നേരിട്ട് അവിടെ പോയി ഒരു വിഷ്വലിട്ടാൽ നിങ്ങളവിടെ അന്വേഷിച്ച് നോക്കും, ആളുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്നതിന് ഭാഗമായിട്ട് ആളുകളവിടേക്ക് വരുന്നുണ്ട്. അതെ, ഒരുപാട് സ്ഥലത്ത് അങ്ങനെ അനുഭവമുണ്ട്. ഇപ്പോൾ റോഡുകളുടെ കാര്യത്തിൽ നല്ല റോഡുകൾ കാണിക്കണമല്ലോ. നല്ല റോഡുകൾ കാണിക്കുന്ന പോലെ തന്നെ എവിടെയെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അറിയിക്കാനും സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നുണ്ട്, അങ്ങനെ അറിയിക്കുന്നുണ്ട്, അതിൽ ഇടപെടുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഈ വിവാദത്തിൻ്റെ കാരണം ദേശീയപാതയായിട്ട് ബന്ധപ്പെട്ട ദേശീയപാതയുടെ ഓരോ പുരോഗതിയും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. ഓക്കെ, അതിൽ സംസ്ഥാന സർക്കാരിന് പങ്കുണ്ടില്ല എന്ന് ആർക്കും തള്ളാൻ പറ്റില്ല. 2016 ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അല്ലായിരുന്നുവെങ്കിൽ ഈ പാത യാഥാർത്ഥ്യമാകില്ല. അതിനുശേഷമാണ് ഫണ്ട് 5600 സ്റ്റേറ്റ് ഗവൺമെൻറ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ദേശീയപാതയ്ക്ക് ചെലവഴിച്ചത്. ഒരുപാട് റിസ്ക് എടുത്ത് നിശ്ചയദാർഢ്യത്തോടു കൂടി ഭൂമി ഏറ്റെടുക്കൽ നടപ്പിലാക്കിയത്. പിന്നെ പ്രവൃത്തി പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് നടത്തുന്നത്. ശരിക്കും രണ്ട് കൂട്ടരുടെയും ഒരു സംയുക്തമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അതെ, നിർമ്മാണം പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. അപ്പൊ അവർക്ക് വേണ്ട പല സഹായങ്ങളുണ്ട്, അത് ഞങ്ങൾ ചെയ്തു കൊടുക്കുക. അവർ തന്നെ അഭിനന്ദിച്ചിട്ടുണ്ട്. അതെ, ശ്രീ നിതിൻ ഗഡ്കരി ആയാലും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസറിലൊക്കെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇടപെടൽ, മുഖ്യമന്ത്രിയുടെ ഇനീഷ്യേറ്റീവ് ഒക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുരോഗതി മറ്റ് പ്രവർത്തനം, ഇപ്പോൾ തീരദേശ ഹൈവേ, മലയോര ഹൈവേ, റെസ്റ്റ് ഹൗസ് തുടങ്ങി ഓരോ ഡെവലപ്മെൻറ്റ്, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ തന്നെ NHൻ്റെയും പുരോഗതി സോഷ്യൽ മീഡിയയിൽ കാണിക്കാറുണ്ട്. അപ്പോൾ അത് കാണിച്ചു. അപ്പോൾ നിർമ്മാണത്തിൽ ഇങ്ങനെ ഒരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി. അപ്പോൾ സംഭവം ഉണ്ടായപ്പോൾ ഇപ്പം എന്താ പൊളിഞ്ഞത് എടുക്കാത്തത്? അങ്ങനെ പൊളിഞ്ഞു എന്നുള്ളത് നമ്മൾ സന്തോഷിക്കേണ്ട ഒരു കാര്യമല്ല, ദുഃഖിക്കേണ്ട കാര്യമാണ്. അതിലെ അപാകതകൾ പരിഹരിക്കണം, നല്ല നിലയിൽ റോഡ് നിർമ്മാണം നടക്കണം, സമയബന്ധിതമായി പൂർത്തീകരിക്കണം, അതിനൊരു തടസ്സം ഉണ്ടാവരുത്. ഇതാണല്ലോ കോമൺ പീപ്പിൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പൊളിയുന്നത് നമ്മൾ എടുക്കില്ലല്ലോ, അതിൻ്റെ ഇടപെടൽ നടക്കുന്നുണ്ട്, അതിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മറ്റു കാര്യം ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇങ്ങനെയൊരു പ്രചരണം നടക്കുക. പക്ഷെ ആ പ്രചരണം കൊണ്ടുണ്ടായൊരു ഗുണം, ഞങ്ങളുടെ എല്ലാവരും സഖാക്കളെല്ലാവരും ഇപ്പോൾ നല്ല നിലയിൽ ഓരോ വകുപ്പിൻ്റെയും ഭരണനേട്ടം റീൽസായിട്ട് ഇറക്കുന്നുണ്ട്. റീൽസ് ഇറക്കുന്നതിനെ കളിയാക്കിയപ്പോൾ എല്ലാവരും റീൽസ് ഇറക്കും. സാറിന് ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. എനിക്ക് പോലും അത്ര ആയിട്ടില്ല ഇൻസ്റ്റാഗ്രാമിൽ. അതായത് ശരിക്കും ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നത് ഒരു റിയൽ ഇൻഫ്ലുവൻസറാണ്. ഇപ്പോൾ ഞാൻ അതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ റീസെൻ്റ്ലി കണ്ടത്, നമ്മുടെ അംബാനി വക ഒരു സൂ ഗുജറാത്തിൽ ആരംഭിച്ചല്ലോ, ഒരു പ്രൈവറ്റ് സൂ, ഒരു സംഭവങ്ങൾ. അതിൻ്റെ വീഡിയോ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലാണ്. അത് മില്യൺസ് ഓഫ് ആളുകൾ കണ്ടു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഇൻഫ്ലുവൻസറിനെ കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാരെ കൊണ്ടോ ചെയ്യിപ്പിക്കേണ്ട ഒരു വീഡിയോ ഒരു പൊളിറ്റീഷ്യൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്യുകയാണ് അല്ലേ? അത് അത്രയധികം ഇപ്പം ബിസിനസ്സുകാർ സ്വന്തമായിട്ട് ഇൻഫ്ലുവൻസേഴ്സ് ആയി മാറുന്നു, പൊളിറ്റീഷ്യൻസ് അവർ സ്വന്തമായിട്ട് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് മാറുന്നു. ശരിക്കും ഞങ്ങളെപ്പോഴുള്ള ആൾക്കാർക്കൊക്കെ പണി പോകുന്ന അവസ്ഥയാണിത്. ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഷെയർ ചെയ്യണമെന്നുണ്ട് പല റിക്വസ്റ്റും വരാറുണ്ട്. പേഴ്സണൽ പ്രൊഫൈലിലൊന്ന് ഇൻസ്റ്റാഗ്രാമിലൊന്ന് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞ് പലരും, പല പരിചയക്കാരും പരിചയമില്ലാത്തവരും ഒക്കെ, അത് ചില പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇനോഗ്രേഷൻ ആകാം, അല്ലെങ്കിൽ ചില പ്രൈവറ്റ് സ്ഥാപനത്തെക്കുറിച്ചാവാം, അല്ലെങ്കിൽ ചില പരിപാടികളെക്കുറിച്ചാവാം. പക്ഷേ അത് പൊതുവേ എടുത്തിട്ടുള്ളൊരു നിലപാട് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒന്ന് ചെയ്താലൊക്കെ എല്ലാം ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടതാണ് പൊതുവേ കരുതിയത്. പക്ഷേ പൊതുവേ നമ്മൾ ഇടുന്ന പോസ്റ്റുകൾക്കൊക്കെ തന്നെ വലിയ റീച്ച് കിട്ടുന്നുണ്ട്. ഈ വിവാദം ഉണ്ടായതിനു ശേഷം റീച്ച് ഡബിൾ ആയ മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. ഒരു നല്ല റോഡിൻ്റെ ചിത്രം ഇട്ടാൽ, അല്ലെങ്കിൽ ഒരു നല്ല റോഡിൻ്റെ റീലിട്ടാൽ, അല്ലെങ്കിൽ നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ റീലിട്ടാൽ നേരത്തെ ഉള്ളതിൻ്റെ ഒരു ഡബിൾ റീച്ചിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇത് ഗ്ലോബലി എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഋഷി സുനക് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വളരെയധികം സജീവമായിരുന്നു. നമ്മുടെ ട്രംപിൻ്റെ, അതേപോലെ തന്നെ ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് എല്ലാം വളരെ സജീവമാണ്. ഇത് ഗ്ലോബലി എല്ലാ രാജ്യത്തും എല്ലാ പൊളിറ്റീഷ്യൻസും ചെയ്തു വരുന്നൊരു കാര്യമാണ് അല്ലേ? അതെ, ഞാനിപ്പോൾ ഈ അടുത്ത ദിവസം ഈ വിവാദം ഉണ്ടായ സമയത്ത് ഒരു പേഴ്സണൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു, റീൽസ് തുടരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് കിട്ടിയ പിന്തുണ ചെറിയ പിന്തുണയല്ല. അപ്പോൾ പൊതുവേ നമ്മൾ കാണേണ്ടത് സോഷ്യൽ മീഡിയ അല്ല പ്രൈമറി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രൈമറി കാര്യം പ്രാഥമികമായിട്ട് സോഷ്യൽ മീഡിയ അല്ല.
സമൂഹത്തിൽ എങ്ങനെ ഇടപെടുന്നു അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് സോഷ്യൽ മീഡിയ. ഞാൻ അങ്ങനെ കാണുന്ന ആളാണ്. ശരിയാണ്. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് സോഷ്യൽ മീഡിയ എന്നുള്ള നിലയിലല്ല കാണുന്നത്. നമ്മൾ സർക്കാരിൻ്റെ ഇടപെടലുകൾ അല്ലെങ്കിൽ ജനങ്ങളിൽ നമ്മൾ ഇടപെടുന്നതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. മനസ്സിലായി. നമുക്കിനി സോഷ്യൽ മീഡിയ ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ടൂറിസത്തിലേക്ക് വരാം. ടൂറിസം ഇപ്പം കേരളത്തിൽ എന്താ പറയുക, കാര്യമായിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മാറ്റങ്ങൾ ടൂറിസത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു വരുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ആലപ്പുഴ ബീച്ചിലെ നവീകരണങ്ങളും മുഴപ്പിലങ്ങാട് ബീച്ചിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ടൂറിസം ഭാവിയിൽ ഇപ്പം നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുത്തോട്ടെ, അടുത്തൊരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷത്തെ കാഴ്ചപ്പാടിൽ എന്തായിരിക്കും കേരളത്തിൽ വരാൻ പോകുന്നൊരു മാറ്റം ടൂറിസത്തിൻ്റെ കാര്യത്തിൽ? ഞങ്ങളും ഒരു ദീർഘകാലത്തേക്കുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്. ഒന്ന്, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ സ്റ്റേറ്റിന് റവന്യൂ കുറവാണ്. നമുക്ക് റവന്യൂ കിട്ടുന്ന മാർഗം വളരെ കുറവ്. മറ്റ് സ്റ്റേറ്റുകൾ എടുത്താലുള്ളത് പോലെ നമുക്ക് റവന്യൂ ഇല്ല. ടൂറിസത്തിന് അനന്ത സാധ്യതയുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്തുകൊണ്ട് PPP മോഡൽ, പബ്ലിക് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഓക്കെ, അത് കേരളത്തിൽ വ്യാപകമാക്കിയാൽ ടൂറിസം മേഖലയിൽ അതിനൊരു എക്സാമ്പിൾ എന്തായിരിക്കും? ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥലം, ആ സ്ഥലത്ത് നല്ല ഫണ്ടിങ്ങോടുകൂടി ഒരു പദ്ധതി, അത് എന്ത് പദ്ധതി ആയിക്കോട്ടെ നടപ്പിലാക്കാം. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ തുക പരിമിതികളുണ്ട്, ചെലവഴിക്കാനും നടപ്പിലാക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് ഒരു ഫെസിലിറ്റേറ്ററുടെ റോൾ വഹിക്കുക. മനസ്സിലായി. പക്ഷേ റവന്യൂ ഷെയറിങ്ങിൽ ഗവൺമെൻറ്റിന് നല്ല കൺട്രോൾ ഉണ്ടാവുക. അങ്ങനെ ഒരു PPP ആശയം ഞങ്ങൾ മുന്നോട്ട് വെച്ചു. അതിൻ്റെ ഭാഗമായി ഒരു ടീം എന്നുള്ള നിലയിൽ ഞങ്ങൾ സംഘടിപ്പിച്ചു. 2023 സംഘടിപ്പിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഓക്കെ, അത് ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ടീം ട്രിവാൻഡ്രത്താണ് നടന്നത്. അതിലൂടെ ഞങ്ങളുടെ കൈകളിലുള്ള സാധ്യതകൾ ആ ടീമിൽ അവതരിപ്പിച്ചു. ആ സാധ്യതകൾക്ക് വലിയ പിന്തുണ കിട്ടി. ഇപ്പോൾ അതിൻ്റെ ഓരോ പദ്ധതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ഉദുമ പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിൽ 3 5 സ്റ്റാർ ഹോട്ടലാണ്. റിയലി? അത് 3ാമത്തെ 5 സ്റ്റാർ ഹോട്ടൽ ഞങ്ങളുമായിട്ട് ജോയിൻ്റ് ആയിട്ടുള്ള ഞങ്ങളെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട പരിപാടിയായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ഉദ്ഘാടനത്തിന് പോയത്. ഞാൻ അധ്യക്ഷത വഹിച്ച ആളാണ്. അപ്പം അന്ന് അവിടെ ഞാൻ ഒന്നുകൂടി ഒന്ന് റീചെക്ക് ചെയ്തു. നോക്കുമ്പോൾ അത് 3ാമത്തെ 5 സ്റ്റാർ ഹോട്ടൽ ഒരു പഞ്ചായത്തിൽ വരികയാണ്. മനസ്സിലായി. എത്ര പേർക്ക് ജോലി കിട്ടുന്നു, ആ പഞ്ചായത്തിൻ്റെ റവന്യൂ വർദ്ധിക്കുന്നു. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു? എല്ലായിടത്തും ഫുൾ ബുക്കിംഗ് ആണ്. ആളുകൾ ബേക്കൽ കാണാൻ വരുന്നു, മലബാർ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നു. ഇത് തന്നെ വയനാട്ടിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം. ബേക്കൽ മറ്റേ ഉദുമ പഞ്ചായത്ത്. അപ്പം ഞാൻ പറയുന്നത് നമുക്ക് PPP ഇപ്പോൾ കേരളത്തിന്റെ ബീച്ച് ഗോവയേക്കാളൊക്കെ സാധ്യത കേരളത്തിലാണ്. ബ്യൂട്ടിഫുൾ. പ്രത്യേകിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ബീച്ചുകൾ ഞാൻ കണ്ടിട്ടുള്ളത് ഈ തിരുവനന്തപുരം ഈ ഭാഗത്ത് തന്നെയാണ്. അതെ, ഇപ്പൊ ഇപ്പൊ കാണുന്നത് നമ്മളെപ്പോഴും തിരുവനന്തപുരം, കോവളം അല്ലെങ്കിൽ വർക്കല, ഇതാണല്ലോ നമ്മുടെ മുമ്പിൽ ബീച്ച്. പക്ഷെ ഇപ്പൊ കേരളത്തിന്റെ ഒരു പുതിയ ട്രെൻഡ് പ്രകാരം പാൻ കേരള ബീച്ച് ടൂറിസത്തിന് സാധ്യത. ഇപ്പൊ വടക്കേ അറ്റം വരെയായി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മുഴപ്പിലങ്ങാട് ഭയങ്കര ഡെവലപ്മെന്റ് ആവുന്നു. പക്ഷെ നമുക്ക് ഇപ്പോഴും ബീച്ചിൽ പോയി ഒരു ബിയർ കഴിക്കാനുള്ള സാധ്യത ഇല്ല സാറേ. ബീച്ചിൽ വരുന്ന ആൾക്കാർ അതൊക്കെ എക്സ്പെക്ട് ചെയ്യില്ലേ? അതൊക്കെ ഒന്ന് ഈസി ആക്കാൻ പറ്റില്ല. അതെ, ഞാനിപ്പോ അതൊരു ഉദാഹരണം, ചില കാര്യങ്ങൾ നമ്മൾ ഒരു ചർച്ച കൂട്ടായിട്ട് നടത്തേണ്ടതുണ്ട്. ഇപ്പൊ ചാലിയം ബീച്ച് കാട് പിടിച്ച സ്ഥലം, ഈ ഗവൺമെന്റ് വരുമ്പോൾ കാട് പിടിച്ച സ്ഥലമാണ്. അത് ഇപ്പൊ മനോഹരമായ സ്ഥലമായി മാറി. ചാലിയം ബീച്ച് കോഴിക്കോട് ജില്ലയിലാണ്. അതിന്റെ പഴയതും പുതിയതും അന്ന് ഇന്ന് എന്ന് പറഞ്ഞൊരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. ഒരു 10 ലക്ഷത്തിലധികം ആളുകളുടെ മൊത്തം എത്തിയത് എൻ്റെ ഹാൻഡിൽ മാത്രമല്ല. അപ്പൊ ആളുകൾ ഈ മാറ്റം ഇഷ്ടപ്പെടുന്നു. പിന്നെ ബേക്കൽ, അതുപോലെ ബേപ്പൂർ ബീച്ച് തുടങ്ങി നിരവധി ബീച്ചുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ബീച്ച് ടൂറിസത്തിൽ നമുക്ക് PPP കൂടി ആവാം. അപ്പോൾ ഇതിന്റെ തുടക്കം കുറിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതൊരു 5-10 കൊല്ലം കൊണ്ട് കേരളത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം ചെറുതായിരിക്കില്ല. കേരള ടൂറിസം അടിമുടി മാറുന്ന നിലയിൽ ഒരുപാട് പദ്ധതികൾ ഈ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ അതിന്റെ അടിത്തറയിട്ട് കഴിഞ്ഞു. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു കാര്യം. ടിം കേരള ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സഹായകരമായി ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ശക്തിപ്പെടുത്തുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു കാട് പിടിച്ച സ്ഥലം ഒരു ഗവൺമെൻറ് സ്ഥലമാണ്. ആ സ്ഥലം ഇപ്പോൾ ഈ റവന്യൂ ഷെയറിന് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായി. അങ്ങനെ നിരവധി സ്ഥലങ്ങളുണ്ട് ഡെവലപ്പ് ചെയ്യും. ഞാനിത് പറഞ്ഞപ്പം 2 എക്സാമ്പിൾ എനിക്ക് താങ്കളെ കിട്ടിയോട് ചോദിക്കാനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കോവളത്ത് പോയിരുന്നു. അതേപോലെ തന്നെ കുറ്റാലം വഴിയും യാത്ര ചെയ്തിരുന്നു. ഈ 2 സ്ഥലത്ത് നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു മനോഹരമായിട്ടുള്ളൊരു ഏരിയയും പ്രോപ്പർട്ടിയും ഉണ്ട്.
അത് കോവളത്ത് പോയപ്പോൾ ഞാൻ കണ്ടത് പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ കിടക്കുന്ന ഒരു കെട്ടിടമായിരുന്നു. ആ ബീച്ചിന് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ബീച്ച്. അതേപോലെ കുറ്റാലത്ത് എന്തോ ഒരു കേസ് നടക്കുന്നുണ്ടെന്ന് ഒന്നല്ലേ നിലവിൽ ഇപ്പോൾ അതൊരു സംഭവം നടക്കുന്നുണ്ട്. എന്താണ് ശരിക്കും ഈ കോവളത്തെ ഈ ഒരു പ്രോപ്പർട്ടിയൊക്കെ നമുക്ക് KTDC പോലെ നല്ലൊരു ഹോട്ടലാക്കി മാറ്റാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? കോവളത്ത് കിഫ്ബിയുടെ വലിയൊരു പദ്ധതി വലിയ തുക ചെലവഴിച്ചിട്ടാണ് പദ്ധതിയാണ്. അതിന്റെ പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചു, ഫണ്ട് അലോട്ട് ചെയ്തു. സോറി, കോവളമല്ല, കന്യാകുമാരിയിൽ ഒരു ഇഷ്യൂ ഉണ്ട്, അതിപ്പോ പരിഹരിക്കാൻ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കന്യാകുമാരിയിലെ ഇഷ്യൂവും കുറ്റാനം വിഷയവും പരിഹരിക്കാൻ ഇടപെട്ടുകൊണ്ടിരിക്കുക. ഓക്കെ, അതും ഈ KTDCയുടെ കീഴിൽ വരുന്ന സ്ഥലമാണ്. അത് നമ്മൾ എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ വികസിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ മികച്ച ഒരു റോഡ് കണക്ടിവിറ്റി ഉണ്ടാവണം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വയനാട്ടിലേക്ക് പോയപ്പോഴത്തേക്കിനും ഞാൻ എറണാകുളത്ത് നിന്ന് ഡ്രൈവ് ചെയ്താൽ പോയത്. എനിക്ക് ആക്ച്വലി 7 മണിക്കൂർ എടുത്ത് കോഴിക്കോട് എത്താൻ തന്നെ. ഇപ്പം നിലവിലിപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. പിന്നെ അതുകൊണ്ട് ഇനിയിപ്പോൾ റോഡിന്റെ നിർമ്മാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 7 മണിക്കൂറിന് പകരം ഒരു 3 മണിക്കൂർ താഴെ 3 മതി എടുത്ത് എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ റോഡ് കണക്ടിവിറ്റി വളരെ മികച്ചതാകുമ്പോഴത്തേക്കിനും സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഈസി ആയിട്ട് ഓരോ സ്ഥലത്തേക്ക് തെക്കൻ കേരളത്തിൽ നിന്ന് വടക്കൻ കേരളത്തിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈസി ആയിട്ട് പോകാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഈ റെയിൽ കണക്ടിവിറ്റിയും ബാക്കി എല്ലാ സംഭവങ്ങളും, പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെങ്കിലും ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണല്ലോ. റോഡുകളുടെ കാര്യത്തിൽ നമ്മളിപ്പം കാണുന്നുണ്ട്, റോഡുകൾ ഇപ്പം ഇന്റീരിയർ കേരളത്തിൻ്റെ പല ഗ്രാമങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലും വളരെ മനോഹരമായിട്ടുള്ള റോഡുകളാണ് പല സ്ഥലത്തും. ഒറ്റപ്പെട്ട സംഭവങ്ങൾ, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളൊക്കെ എല്ലായിടത്തും എല്ലാ രാജ്യത്തും ഉണ്ടാകുന്ന പോലെ തന്നെ ഇവിടെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഭൂരിഭാഗം റോഡുകളും നല്ല റോഡുകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് മൂന്നാറൊക്കെ പോകുമ്പോഴത്തേക്കിനും പണ്ടത്തെ അവസ്ഥയിൽ നിന്ന് ഒത്തിരി മാറ്റങ്ങൾ വന്നു തുടങ്ങി. പലയിടത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു, പല റോഡുകളും മെച്ചപ്പെട്ടതാവുന്നു. പിന്നെ പാലങ്ങളുടെ പുതിയ പാലങ്ങൾ, കഴിഞ്ഞ ദിവസം നമ്മൾ ആലപ്പുഴ ജില്ലയിൽ ഒരു പാലം പോയി സന്ദർശിച്ചു. അതിനടിയിൽ കൂടെ നടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ റെഡിയാക്കിയിരിക്കുന്നു. ഒരു ഡബിൾ ഡെക്കർ പാലം പോലത്തെ പാലം, അങ്ങനെയുള്ള വളരെ മനോഹരമായിട്ടുള്ള പാലങ്ങൾ വരുന്നു. പിന്നെ അതിനടിയിലുള്ള സ്പേസ് യൂട്ടിലൈസേഷൻ വരുന്നു. ഇതൊക്കെ ശരിക്കും എന്തെങ്കിലും മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുന്നതാണോ, അതോ കൂടുതൽ എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പദ്ധതികളുണ്ടോ മനസ്സിലായി? 2016 മുതൽ ഞങ്ങൾ പശ്ചാത്തല വികസന മേഖലയിൽ പ്രത്യേകം ശ്രദ്ധിച്ചാണ് ഇടപെട്ടത്. 2016 ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വരുന്നതിന് മുമ്പ് നമുക്കൊരുപാട് ആശയങ്ങളുണ്ടാവും, പലതും നടപ്പിലാക്കാൻ പറ്റാത്തതും പല മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ കിഫ്ബി സംവിധാനം വന്നതോടുകൂടി ഒരുപാട് പാലങ്ങൾ, റോഡുകൾ, കെട്ടിടങ്ങൾ ഒക്കെ കൊണ്ടുവന്ന് അത്ഭുതകരമായ മാറ്റം ഈ 9 കൊല്ലത്തിനിടയിലുണ്ടായത്. 2016 സർക്കാരിൻ്റെ തുടർച്ചയാണ് 2021 സർക്കാർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഒരുപാട് പാലങ്ങൾ ഞങ്ങൾ മാക്സിമം അതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള പ്രത്യേക പദ്ധതി ക്ലിക്കായി. റോഡുകൾ BMNBC റോഡ്, ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന റോഡ് നിർമ്മാണ രീതിയാണ് BMNBC. 5 കൊല്ലം കൊണ്ട് 50% റോഡ്, അതായത് 30,000 കിലോമീറ്റർ PWD റോഡ്, അതിൻ്റെ 50%, 15,000 കിലോമീറ്റർ റോഡ് BMNBC ആക്കണമെന്നുള്ള അച്ചീവ്മെൻറ്റ് 3.5 കൊല്ലം കൊണ്ട് തന്നെ നടത്താനായി. ഇപ്പോൾ അത് 60%. ഭാവി കേരളം 100% റോഡും BMNBC റോഡാകും. BMNBC റോഡ് പറഞ്ഞൊരു 8 കൊല്ലത്തേക്ക് ഒരു കുഴപ്പം വരില്ല. അതാണ് ഈ റോഡിൽ കാണുന്ന മാറ്റം. പക്ഷെ ചെലവ് കൂടുതലാണ്. സാധാരണ ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണത്തേക്കാൾ 1 കിലോമീറ്ററിന് 50 ലക്ഷം രൂപ അധികം ചിലവാണ്. അപ്പോൾ BMNBC റോഡായി. പിന്നെ നിർമ്മിച്ച റോഡുകളുടെ സ്ക്രൂട്ടിനി ജനങ്ങൾക്കും നടത്താനാണ് പച്ചയും നീലയും ബോർഡ്. അത് അത്രത്തോളം പലരും അറിഞ്ഞിട്ടില്ല, പക്ഷെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പച്ച ബോർഡ്, ഒരു പുതിയ റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇത്ര കാലം അതിൻ്റെ പരിപാലന കാലാവധി ഉണ്ട്. അതിനിടയിൽ റോഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നേരിട്ട് പരാതി പറയാനും ഇടപെടാനുള്ള ഫോൺ നമ്പറുകളാണ്. പച്ച ബോർഡ് ജനങ്ങൾ കാഴ്ചക്കാരല്ല, കാവൽക്കാരാണ്. നിങ്ങൾ റോഡിൽ നോക്കാം. നീല ബോർഡ് പരിപാലന കാലാവധി കഴിഞ്ഞ ഒരു റോഡ്, അതിൻ്റെ കരാർ നേരത്തെ തന്നെ തീരുമാനിക്കുക, റണ്ണിങ് കോൺട്രാക്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ആ സംവിധാനം. അപ്പോൾ ഒരു പുതിയ റോഡ് ഒരു 3 കൊല്ലം വരെ പരിപാലന കാലാവധി, അത് കഴിഞ്ഞ റോഡ് അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പം വന്നാൽ അപ്പം ആലോചിച്ച് ടെൻഡർ വിളിച്ച് ആളെ വിളിക്കുന്നതിന് പകരം നേരത്തെ തന്നെ അതിൻ്റെ കരാർ കൊടുക്കുക, 1 ഇയർ കരാർ. ഈ ഒരു വർഷത്തേക്ക് ഈ റോഡിന് എന്ത് പറ്റിയാലും നിങ്ങൾ നോക്കണം. അതിന്റെ 2 ബോർഡ് രണ്ടറ്റത്തും. ആ റോഡ് നീല ബോർഡ് ജനങ്ങൾ കാഴ്ചക്കാരില്ല, കാവൽക്കാരാണ്. ഇത് നിലവിലുള്ള റോഡുകളുടെ സ്ക്രൂട്ടിനി ജനങ്ങൾക്കും നടത്താൻ പറ്റുന്ന സ്ഥിതി വന്നു. ഇതിന്റെ മാറ്റമുണ്ട്. അപ്പൊ നിർമ്മാണം തന്നെ നന്നായി ശ്രദ്ധിക്കും, തെറ്റായ പ്രവണത വരില്ല. നിർമ്മാണത്തിന് പൂർണ്ണമായും പണം ചെലവഴിച്ച് നിർമ്മാണം നടത്തും. മറ്റെന്തെങ്കിലും കുഴപ്പം വന്നാൽ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരുമെന്ന് നിർമ്മിക്കുന്നവർ മനസ്സിലാക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംവിധാനം വന്നത് കേരളത്തിൽ വലിയ മാറ്റത്തിന് കാരണമായി. ഇത് ഇനി ഒരു കാലത്ത് ഈ ബോർഡ് എടുത്ത് മാറ്റാൻ പറ്റില്ല. നീ ഭാവിയിൽ ആര് പൊതുമരാമത്ത് വകുപ്പിന്റെ മന്ത്രിയായാലും ഈ ബോർഡ് എടുത്ത് മാറ്റിയാൽ ജനം ചോദ്യം ചെയ്യും. ഈ പദ്ധതി മാറിയാൽ ജനം ചോദ്യം ചെയ്യും. മനസ്സിലായി. അപ്പോൾ ഒരു നല്ലൊരു മൂവ്മെന്റ് ആയി ഇത് മാറിക്കഴിഞ്ഞു. അപ്പം അത് നമുക്ക് റോഡുകളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്.
പാലങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു മാറ്റമാണ്. ആ മാറ്റം ഗുണം ചെയ്യും. ഒന്ന് കിഫ്ബി പദ്ധതികൾ, പിന്നെ രണ്ട് ഈ സുതാര്യത ഉറപ്പുവരുത്താനുള്ള ഇടപെടലുകൾ, ഇതൊക്കെ ഗുണം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ നാഷണൽ ഹൈവേയിലെ നിലവിൽ ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള നാഷണൽ ഹൈവേ, ഇത് ശരിക്കും ഈ നാഷണൽ ഹൈവേയിൽ നടക്കുന്ന കാര്യങ്ങളിൽ അങ്ങേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? നാഷണൽ ഹൈവേയുടെ കൺസ്ട്രക്ഷൻ പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അതിൻ്റെതായ റോളുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു തുടക്കത്തിൽ പണം, ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് പണം ചെലവഴിച്ചു സ്റ്റേറ്റ് ഗവൺമെൻറ് 5600 കോടി. പിന്നെ അത് കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി. കടമെടുപ്പ് പരിധിയിൽ ഈ 5600 കോടി ഉൾപ്പെടുത്തിയപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ വേറെ ചിലതിന് വേണ്ടിയിട്ടുള്ള കടമെടുപ്പിൻ്റെ പണം പോയി, ഇത് അതിൽ പെട്ടു ഡബിളായി. ചുരുക്കി പറഞ്ഞാൽ 12000 കോടി. രണ്ട്, ഇതിൻ്റെ ഭൂമി ഏറ്റെടുക്കലും നല്ല നിലയിൽ നടത്തി. മൂന്നാമത്തത് ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണം നടക്കുമ്പോൾ നിർമ്മാണം പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ പല കാര്യങ്ങളുണ്ട്. യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ്, പല പ്രശ്നങ്ങൾ. ഇപ്പോൾ മരങ്ങൾ മുറിച്ച് മാറ്റണം, അല്ലെങ്കിൽ ഇലക്ട്രിക് ബോർഡ് പോസ്റ്റ് മാറ്റണം, ഇലക്ട്രിക് ലൈൻ മാറ്റണം, മെറ്റീരിയലുകളുടെ ആവശ്യകതയുമായി ബന്ധപ്പെട്ട പ്രശ്നം, ജനങ്ങളുടെ പല പ്രശ്നങ്ങളുണ്ടാവും. ചിലയിടത്ത് അണ്ടർപാസ് വേണം, ചില മറ്റു പ്രശ്നങ്ങൾ. ഇതൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കൊപ്പം നിന്നുകൊണ്ട് സഹായം ചെയ്ത സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ആ ഇടപെടൽ മറ്റൊരു സ്റ്റേറ്റിലും ഇല്ലാത്ത നിലയിൽ ഇവിടെ നടത്തുന്നുണ്ട്. അപ്പം അത് നല്ല നിലയിൽ നടക്കുന്നുണ്ട്. അപ്പോഴാണ് ദൗർഭാഗ്യകരമായ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സംഭവം ഉണ്ടായത്. നിർമ്മാണത്തിൻ്റെ ഭാഗമായി അലൈൻമെൻറ്റ് തയ്യാറാക്കൽ, ടെൻഡർ വിളിക്കൽ, ആളെ നിശ്ചയിക്കൽ, ഇതൊക്കെ ചെയ്യുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ഇതാണ് ഇതിൻ്റെ വസ്തുത. പിന്നെ കേരളത്തിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൂടുതൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പദ്ധതികൾ ലഭിക്കണം. അതിനുള്ള സാധ്യത കേരളത്തിലുണ്ട്. അപ്പം അതിൻ്റെ ശ്രമമാണ് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുമായി നല്ല ടേംസിലാണ്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയായിട്ട് നല്ല ടേംസിലാണ്. അവരുടെ ഒരു പോരായ്മ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു കയ്യടി വാങ്ങാൻ 4 ചീത്ത അവരെ വിളിച്ച് പറയാം, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് കടക്ക് പുറത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലല്ലോ ചെയ്യേണ്ടത്. നമ്മൾ അവരെ കൂടി യോജിപ്പിച്ച് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് കർക്കശ നിലപാടെടുക്കേണ്ട കാര്യങ്ങൾ കർക്കശ നിലപാടെടുത്തി, എന്നാൽ അവരെ പരമാവധി പിന്തുണച്ചു പോവുക. ഇതാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ സ്വീകരിച്ചു വരുന്നത്. മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഈ സിനിമകളിലൊക്കെയാണ് കൂടുതലും നമ്മൾ ഈ ഫാമിലിയിൽ തന്നെ മന്ത്രിമാരും അതേപോലെ തന്നെ ഒരു MLA അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിലുള്ള പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിയൽ ലൈഫിൽ താങ്കളുടെ ഭാര്യയുടെ അച്ഛനാണ് മുഖ്യമന്ത്രി. അപ്പോൾ അങ്ങനെയും പലരും കളിയാക്കുന്നുണ്ട് അല്ലേ? ആ ഒരു രീതിയിലും കളിയാക്കലെല്ലാം വരുമല്ലോ. ഇല്ല അമ്മായപ്പൻ വരുമോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. അതേപോലെ നമ്മൾ അച്ഛനും മകനും ഉള്ള ധാരാളം ആളുകളെ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫ് ഈ ഒരു കാര്യത്തിൽ? ലൈക്ക് ഈ എന്താ പറയാ, ഈ ഒരു പൊളിറ്റിക്കൽ ലൈഫ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ? അല്ല, അത് സാധാരണ ഈ കുടുംബ ബന്ധങ്ങളിലുള്ളവർ എങ്ങനെയാണോ പേഴ്സണൽ ലൈഫ് അതുപോലെ തന്നെ, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. ഓക്കെ, രണ്ടുപേരും പിന്നെ ഒരേ അല്ല, അത് സാധാരണ നമ്മള് ഒരു ഫാമിലിയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പേഴ്സണൽ ലൈഫ്. ഓക്കെ, രണ്ടും കൂടി മിക്സ് ചെയ്യാറില്ല. ഓക്കെ ഓക്കെ. അങ്ങനെയുള്ള ഈ കളിയാക്കലുകളൊക്കെ വരുമ്പോഴത്തേക്കിനും വിഷമം തോന്നാറുണ്ടോ? ഇല്ല, വിഷമിക്കേണ്ട പ്രശ്നം വരുന്നത് അത് എല്ലാ പരിധി വിട്ടുള്ള വേട്ടയാടലുകളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം മിനിമം ഒരു 3 ആരോപണമെങ്കിലും വ്യക്തിപരമായിട്ട് വരാറുണ്ട്, അറ്റാക്ക് വരാറുണ്ട്. പക്ഷെ അതിന്റെ പിന്നിലൊരു താല്പര്യം ഉണ്ടല്ലോ, അതിന്റെ പിന്നിലൊരു പൊളിറ്റിക്കൽ താല്പര്യമുണ്ട്, രാഷ്ട്രീയ താല്പര്യമുണ്ട്. എന്താന്ന് ഞാൻ പറഞ്ഞു തരണ്ടില്ല, നിങ്ങൾക്കും അറിയാം, നാട്ടിലെ ജനങ്ങൾക്കും അറിയാം. പിന്നതാണ് അതിന്റെ കാരണം എന്ന് മനസ്സിൽ നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന ഒരു നില വന്നു കഴിഞ്ഞല്ലോ. പിന്നെ നമ്മൾ എന്ത് അത്തരത്തിലുള്ള അറ്റാക്ക് വന്നാലും നമ്മൾ അതിനെ അങ്ങനെ ധാരാളം യാത്രകൾ നടത്താറില്ലേ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ? വിദേശ രാജ്യങ്ങളിലേക്ക് നിങ്ങളിപ്പോൾ ടൂറിസം മന്ത്രിമാരുടെ യാത്ര എടുത്ത് പരിശോധിച്ചാൽ അത് പൊതുവെ താരതമ്യപ്പെടുത്തിയാൽ കുറവാണ് എൻ്റെ യാത്ര. ഓക്കെ, ഇപ്പോൾ യഥാർത്ഥത്തിൽ യാത്ര ചെയ്യണം എന്നാണ് വിദേശയാത്ര. ഓരോ വിദേശയാത്രയും വിവാദമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വേറെ ആര് പോയാലും വിവാദമാവില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ അതൊരു പ്രത്യേക വിവാദമായിട്ട് വരാറുണ്ട്. അതും ഒരു പൊളിറ്റിക്കൽ താല്പര്യത്തിന്റെ ഭാഗമാണ്. പോയതിൽ വളരെ ഇഷ്ടം എന്നല്ല, പോയതിൽ വളരെ അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യം ഏതാണ്? എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇന്ത്യക്ക് പുറത്തേക്കുള്ള രാജ്യം അല്ല, ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദുബായ് ആണ്, UAE. പിന്നെ ലണ്ടനാണ്. ഇത് രണ്ടുമാണ് ഇഷ്ടം. പിന്നെ പാരീസാണ്. ഓക്കെ, അവിടെ നമ്മൾ പോയി ഒരു മന്ത്രി എന്ന നിലയിൽ ഇവിടേക്കൊക്കെ പോകുമ്പോഴത്തേക്കിനും ഏതൊക്കെ രീതിയിലാണ് അവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കുന്നത്? അവിടെ നിന്ന് നമ്മൾ പല കാര്യങ്ങളും ഇവിടെ പകർത്തേണ്ടതുണ്ട്. അതാ പറഞ്ഞ യാത്ര പരമാവധി ചെയ്യണം. യഥാർത്ഥത്തിലൊരു ഒരു പരിശോധന നമ്മൾ നടത്തിയ ടൂറിസം മന്ത്രിമാർ നന്നായി ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യണം. യാത്ര ചെയ്യാൻ ഒരുപാട് അവസരമുണ്ട്. ഒരുപാട് ട്രാവൽ മാർട്ടുകളും മറ്റൊക്കെ വരുന്നുണ്ട്. ഞാൻ അത്രത്തോളം ചെയ്തിട്ടില്ല.
ചെയ്യേണ്ട പലതും മിസ്സായി. പല ട്രാവൽ മാർട്ടും മറ്റു പല നിലയിലും മിസ്സായി. കാരണം നമ്മളാണല്ലോ നമ്മുടെ നാട്ടിൽ വിവാദങ്ങളെ പേടിച്ചിട്ടൊന്നല്ല, വിവാദങ്ങളെ പേടിച്ചിട്ടൊന്നല്ല. ഇവിടെ പെട്ടെന്ന് മറ്റു ചില ഉത്തരവാദിത്തം വന്നപ്പോൾ പോകാൻ പറ്റാതെ പോയി. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പാലങ്ങൾക്കടിയിലുള്ള സ്പേസ് യൂട്ടിലൈസേഷൻ, പിന്നെ പാലങ്ങൾ ദീപാലങ്കൃതമാക്കുന്ന പദ്ധതി, ഇതൊക്കെ നമ്മൾ പാരീസിൽ എന്ന് കണ്ടിട്ടുള്ള സാധനം. പിന്നെ അത് എന്തുകൊണ്ട് ഇവിടെ നടപ്പിലായിക്കൂടാ, അങ്ങനെയൊക്കെയുള്ള അന്വേഷണം. പിന്നെ നമ്മുടെ നദികൾ അല്ലെങ്കിൽ മറ്റിടങ്ങളിലെ ഫുഡ് ടൂറിസത്തെ ഡെവലപ്പ് ചെയ്യാനുള്ള പദ്ധതികൾ, യാത്ര ചെയ്തുകൊണ്ട് ഭക്ഷണം കഴിക്കുക, വെള്ളത്തിലൂടെ സഞ്ചരിച്ച് ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ, ഫ്ലോട്ടിംഗ് ഹോട്ടൽസ്, ഇത് നമുക്ക് കേരളത്തിൽ നല്ല സാധ്യതയാണ്. പക്ഷെ ആ സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായി പ്ലാൻ ചെയ്താൽ അത് ഇനിയും മുന്നോട്ട് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകണം. നമ്മുടെ നിയമങ്ങൾ ഒരു പ്രശ്നമല്ലേ? നിയമങ്ങൾ കുറേ പ്രശ്നങ്ങളുണ്ട്. നല്ലൊരു ലേക്ക് ഉണ്ട്, ആ ലേക്കിന്റെ സൈഡിൽ ഒരു വീട് പണിയാൻ പറയും, ഒരു ഹോം സ്റ്റേ പണിയാൻ പറ്റും. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് പോകണം. പിന്നെ ക്രൂയിസ് ടൂറിസം, ഇതിന്റെ അനന്ത സാധ്യത ഉണ്ട് കേരളത്തിൽ. അപ്പൊ അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ വിദേശ രാജ്യങ്ങൾ കണ്ട എന്തുകൊണ്ട് കേരളത്തിൽ പറ്റില്ല? ഇപ്പൊ ജലഗതാഗത പാത വരുന്നു, ഒന്ന് നല്ല നിലയിൽ ചരക്ക് ഗതാഗതം അതിലൂടെ നടക്കും. രണ്ടാമത്തെ ടൂറിസത്തിന് അനന്ത സാധ്യതയാണ്. പാരീസിലുള്ളതുപോലെ തന്നെ ഇപ്പോൾ കോഴിക്കോട് സിറ്റിയുടെ നടുവിലൂടെ കനോലി കനാലിലൂടെ സഞ്ചരിക്കാം, ഭക്ഷണം കഴിക്കാം. കേരളത്തിന് ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ജലഗതാഗത പാത വന്നാൽ ചിത്രം അറിയില്ലേ? അപ്പം അത് എന്തായാലും വരും. അതാ പറഞ്ഞു, ഇതൊക്കെ പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു, ഇനി മുടക്കാൻ പറ്റില്ല. പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് അധികം വൈകാതെ ഇതൊക്കെ കേരളത്തിലെ യാഥാർത്ഥ്യമാവും. ഇതൊക്കെ നമ്മൾ ഫോറിൻ കൺട്രീസ് കാണുമ്പോൾ അത് യഥാർത്ഥത്തിൽ നമുക്ക് വലിയ നിലയിൽ ഒരു പ്രചോദനമാണ്. പിന്നെ ഇപ്പം ഞാൻ വളരെ ഇംപ്രസ്ഡ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ റെസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ. അതായത് ഈ സർക്കാരിൻ്റെ ഗസ്റ്റ് ഹൗസുകളും റെസ്റ്റ് ഹൗസുകളും അതെല്ലാം നല്ല അടിപൊളി ലൊക്കേഷനുകളിലാണ് ഇരിക്കുന്നത് പലതും. അപ്പോൾ ഇതൊക്കെ പബ്ലിക്കിന് അവൈലബിൾ ആക്കി കൊടുത്തിട്ടുള്ള ഒരു നീക്കം നടന്നു. പക്ഷെ ഒരു പരാതിയുണ്ട്, ഇത് ബുക്ക് ചെയ്യാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാതി. കാരണം അത്ര ഡിമാൻഡാണ്, പലയിടത്തും നമുക്ക് റൂം കിട്ടുന്നില്ല നോക്കുമ്പോൾ. എന്താണ് ആ ഒരു കാര്യം? ഒരു കാലത്ത് ഒഴിഞ്ഞു കിടന്ന സ്ഥലം. അതെ, ഒഴിഞ്ഞു കിടന്ന സ്ഥലം 2021 നവംബർ കേരളപ്പിറവി ദിനത്തിൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കണം. അങ്ങനെ ഞങ്ങൾ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു. ഇപ്പൊ ഈ 3-4 കൊല്ലത്തിനിടെ 25 കോടിയിലധികം വരുമാനമായി. റൂം നല്ല നിലയിൽ പോകുന്നു, റൂം കിട്ടാനില്ല. അപ്പോൾ അത് ജനം ഏറ്റെടുത്തു. ജനത്തിനിപ്പോൾ ചെറിയ തുകയല്ലേ ഉള്ളൂ. ആ തുകക്ക് നല്ല റൂം കിട്ടുകയാണ്, താമസിക്കുക. ഒരുപാട് ആൾ വിളിക്കാറുണ്ട്, സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് അയക്കാറുണ്ട്. മാനേജ് ചെയ്യുന്നത് അത് റെസ്റ്റ് ഹൗസ് ആകുമ്പോൾ ആ റെസ്റ്റ് ഹൗസിനൊരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്, അങ്ങനെ മാനേജ് ചെയ്യും. ഇനി അതിൽ ചില കാര്യങ്ങളൊക്കെ പരിഹരിക്കണം. നമ്മൾ അത് അതിന്റെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. ഇത് ഈ പറഞ്ഞ പോലെ പ്രൈവറ്റൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ലീസിന് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും പദ്ധതികളോ ഇപ്പൊ നിലവിലില്ല. KTDC കൊടുക്കാനുള്ള പദ്ധതി ഇല്ല. നിലവിൽ റെസ്റ്റ് ഹൗസ് നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മളിപ്പോ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ വിരൽത്തുമ്പിൽ നമുക്ക് റൂം എവിടെയും ബുക്ക് ചെയ്യാം. നേരത്തെ ഇതൊക്കെ പല നിലയിലും ആളുകൾ ദുരുപയോഗപ്പെടുത്താനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തും ഇതിൽ മാറ്റം വരുത്താൻ നന്നായി ഇടപെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ ഇപ്പോൾ നമ്മൾ ഇടപെട്ടു. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 2021 നവംബർ 1 കേരളപ്പിറവി ദിനത്തിന് ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചതിന് ശേഷം ലക്ഷക്കണക്കിന് ആളുകളാണ് അത് ഉപയോഗിച്ചത്. ലക്ഷക്കണക്കിന് ആളുകൾ. അപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ ഒരു ധൈര്യമാണ്. ഇപ്പോൾ ഈ തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് നാളെ മലപ്പുറം ജില്ലയിൽ ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ, കുടുംബമായിട്ട് പോകണമെങ്കിൽ നേരത്തെ അവിടെ റൂം ബുക്ക് ചെയ്യുക എങ്ങനെയാണെന്നറിയില്ല. ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഒരു കെട്ടിട വിഭാഗത്തിനൊരു അപേക്ഷ കൊടുത്ത് അത് അവിടെ പോയി ഇവിടെ പോയി ഒക്കെ വരുമ്പോഴത്തേനും കല്യാണം കഴിഞ്ഞു പോകും. അപ്പോൾ ഇപ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് ബുക്ക് ചെയ്യാലോ, പെട്ടെന്ന്. കൂടുതൽ KTDC ഹോട്ടലുകൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? KTDC ശരിക്കും ഹോട്ടൽ നടത്താൻ മാത്രമുള്ള സംവിധാനമല്ലല്ലോ. എനിക്ക് ടൂറിസത്തെ ഡെവലപ്പ് ചെയ്യേണ്ട സംവിധാനമാണ്. അപ്പോൾ അത് ആ നിലയിൽ KTDCയുടെ പ്രവർത്തനം വിപുലീകരിക്കാനുള്ള വലിയ ശ്രമമാണ് KTDC നടത്തിക്കൊണ്ടിരിക്കുന്നത്. KTDCയുടെ ഹോട്ടലുകൾ നിലവിലുള്ളത് തന്നെ നമുക്ക് നല്ല നിലയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഞാൻ KTDCയുടെ പല ഹോട്ടലുകളിലും പോയി താമസിച്ചിട്ടുണ്ട്. ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ KTDCയുടെ ഹോട്ടൽസ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ താമസിക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് വളരെ നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് നല്ല ലൊക്കേഷൻ ആണല്ലോ. ഇപ്പം നമ്മുടെ കോവളത്താണെങ്കിലും തേക്കടിയിലെ ലേക്ക് പാലസ് ഒക്കെ ആണെങ്കിലും എടുത്തു പറയേണ്ട കുറെ പ്രോപ്പർട്ടീസ് ആണ്. കുമരകത്തെ KTDC ഹോട്ടൽസ് ഒക്കെ വളരെ മികച്ച ഹോട്ടൽസ് തന്നെയാണ്. മെയിൻ്റനൻസ് ഒരു പ്രധാന ഘടകമാണ്. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ല ഫണ്ട് വേണം. അത് നമ്മുടെ റവന്യൂ ആണ് നമുക്കൊരു പ്രശ്നം. നമുക്ക് കേരളം പോലൊരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം പ്രോപ്പർട്ടികൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞൊരു ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു വലിയ റെസ്പോൺസിബിലിറ്റി നമ്മൾ കാണുന്നതിൻ്റെ അപ്പുറത്താണ്.
അപ്പോൾ അത് മെയിൻ്റനൻസ് ഉറപ്പുവരുത്തണം. നമ്മൾ പല കാര്യങ്ങളിലും ഇടപെടണം. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ടൂറിസം മേഖലയെ ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കാവുന്ന സർക്കാരിന് നൽകാവുന്ന സ്ഥലങ്ങൾ ഉപയോഗിച്ച് PPP മോഡൽ ഒരു വരവ് കൊണ്ട് വന്നു കഴിഞ്ഞാലല്ലോ കേരളത്തിൻ്റെ ചിത്രം ഉണ്ട് മാറും. അതെ അതെ, ഇത്ര പെർസെൻറ്റേജ് ഗവൺമെൻറ്റിന് അതിൻ്റെ റവന്യൂ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു കേരളം നമുക്ക് അധികം വൈകാതെ കാണാനാവും. ഓക്കെ, അതൊരു 10 കൊല്ലം കൊണ്ട്. ഇപ്പം നമ്മൾ ഇരിക്കുന്നത് 2025 ജൂൺ മാസമാണ്. ഒരു 30 ആകുമ്പോൾ തന്നെ അതിൻ്റെ ചേഞ്ച് ശരിക്കും 35 ആകുമ്പോൾ കേരളം ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റ് ആണെന്ന് തോന്നുന്ന നിലയിലേക്കുള്ള പദ്ധതികളാണ്. ഓക്കെ, കേരളത്തിലേക്ക് ഇപ്പോൾ കേരള ടൂറിസത്തിൻ്റെ ഇനിഷ്യേറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലേക്ക് വിദേശികളെ ആകർഷിക്കുന്നതിന് വേണ്ടി കുറേ വർഷമായിട്ട് വിദേശത്ത് നിന്നുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടുവന്നിട്ടുള്ള പരിപാടികൾ നടക്കാറുണ്ട്. വളരെ നല്ല ഒരു പ്രോഗ്രാമായിട്ടാണ് എനിക്ക് അതിനെ ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ കേരളത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ ഈ കാര്യത്തിൽ എന്തെങ്കിലും കേരളത്തിൽ തന്നെ പരിഗണിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും കാര്യത്തിന്? അല്ല, ഈ വിദേശ ഇൻഫ്ലുവൻസേഴ്സ് കേരളത്തിന് പുറത്തുള്ള യൂട്യൂബേഴ്സ് ഇതിനൊക്കെ ഏജൻസിയാണ് കൊടുക്കുന്നത്. ഞങ്ങളത് സ്ക്രൂട്ടിനി ചെയ്യാറില്ല. അതെ, കേരളത്തിലുള്ളവരെ കൂടി പരിഗണിക്കണമെന്നുള്ള അഭിപ്രായം ശക്തമായി വന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ തന്നെ അവരെ ചിലപ്പോൾ വിളിച്ചിരുത്താനും അവർക്ക് കൂടി ചില പദ്ധതികൾ ആവിഷ്കരിക്കാനൊക്കെ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഏജൻസികൾ മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ വിദേശത്തു നിന്ന് വരുന്ന ആൾക്കാർ നമ്മുടെ ടൂറിസത്തിൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ എത്രത്തോളം വരുന്നുണ്ട് ഈ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട്? കോവിഡിന് ശേഷം വിദേശ സഞ്ചാരികൾ ഒരു രാജ്യത്തും പഴയ സ്ഥിതിയിലേക്ക് എത്താൻ എളുപ്പത്തിൽ സാധിച്ചിട്ടില്ല. കേരളത്തിലും ആ ഒരു പ്രശ്നമുണ്ട്. ഫോറിൻ ടൂറിസ്റ്റുകൾ വരണമെങ്കിൽ പല മാനമുണ്ട്. പക്ഷെ ഇപ്പം അത് റിക്കവർ ചെയ്ത് ടോപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇപ്പം മൂന്നാർ പോയി എന്ന് പറഞ്ഞല്ലോ, സർവകാല റെക്കോർഡ് ഫോറിൻ ടൂറിസ്റ്റുകളാണ്. ഇടുക്കി, വയനാട് ജില്ലയിലും സർവകാല റെക്കോർഡ് ഫോറിൻ ടൂറിസ്റ്റുകളായി. ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ കേരളം ഉണ്ടായതിനു ശേഷമുള്ള ഏറ്റവും അധികം ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ കേരളത്തിൻ്റെ പുറത്ത് മറ്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെ വന്നത് ഈ കൊല്ലമായി 2024 മാറി. 2025 ഓവർടേക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ടൂറിസം വല്ലാതെ വികസിക്കുകയാണ്. ഓവർ ടൂറിസത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഭയപ്പെടേണ്ടത്. ഓക്കെ, ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നിങ്ങൾ വയനാട് ഇവിടെയൊക്കെ പോയി, അപ്പം നമ്മൾ അതിന് ചെയ്യേണ്ട കാര്യം XOR-Y എന്ന ടൂറിസ്റ്റ് കേന്ദ്രം മാത്രമല്ല ഉള്ളത്. ഇവിടെ ABCDEFG എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റണം. സൈലന്റ് ടൂറിസം ഉണ്ട്, ആളുകൾക്ക് സ്വസ്ഥമായിട്ട് പോയിരിക്കാൻ അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റണം. ചിലർക്ക് അങ്ങനത്തെ സ്ഥലം ഇഷ്ടം. അങ്ങനെയുള്ള ഒരുപാട് സ്ഥലമുണ്ട്. അതിനാണ് ഞങ്ങൾ ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എന്നുള്ള പദ്ധതി ആരംഭിച്ചത്. പഞ്ചായത്തുകളുമായി ചേർന്നുകൊണ്ട് 60% ഫണ്ടിങ് ടൂറിസം വകുപ്പും 40% ഫണ്ട് തദ്ദേശ വകുപ്പും ചേർന്ന് നടത്തുന്ന ഡെസ്റ്റിനേഷൻ ചാലഞ്ച്. അപ്പം ഡെസ്റ്റിനേഷൻ ചാലഞ്ചിന്റെ ഭാഗമായി ഓരോ പഞ്ചായത്തിലും ഓരോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അപ്പം അത്തരം പരിപാടികളും പദ്ധതികളും നമുക്ക് ഇനിയും ശക്തിപ്പെടുത്തി മുന്നോട്ട് പോയാൽ കേരളം ആസ് എ ഹോൾ സ്റ്റേറ്റ് ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റ് ആയി മാറും. ഇനി ഒരു തെരഞ്ഞെടുപ്പ് വന്ന് അതിൽ ജയിച്ച് വരികയാണെങ്കിൽ, ഒരു മന്ത്രിസ്ഥാനം ലഭിക്കുകയാണെങ്കിൽ ഏത് മന്ത്രിയായിട്ട് തുടരണം എന്നായിരിക്കും ആഗ്രഹം? അല്ല, ഇനി ഒരു തെരഞ്ഞെടുപ്പ് വന്ന് ഞങ്ങൾ ജയിക്കുന്ന ഉറപ്പാണ്. ബാക്കിയുള്ള കാര്യമൊന്നും എൻ്റെ കയ്യിൽ നിൽക്കുന്നതല്ല. ഓക്കെ, പാർട്ടി തീരുമാനിക്കേണ്ടത്. ഓക്കെ, അത് ആരായാലും. എന്നാലും താല്പര്യം ഉണ്ടാവില്ല, എനിക്ക് അതൊക്കെ പാർട്ടിയാണല്ലോ, ഇത് കൂട്ടായിട്ടാണല്ലോ തീരുമാനിച്ചത്. അത് ആരായാലും നയം നടപ്പിലാക്കുക LDFന്റെ നയമായിരിക്കും. ആ നയം അതിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കും. അത്രയേ ഉള്ളൂ. ഇന്ന സ്ഥാനത്ത് ആരൊക്കെ ഏതൊക്കെ സ്ഥാനത്ത് പ്രവർത്തിക്കണമെന്ന് മറ്റു പാർട്ടിയെ പോലെയല്ല, ഞങ്ങളെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അത് എന്ത് ഉത്തരവാദിത്തമാണോ തരുന്നത് ആ ഉത്തരവാദിത്തം നിർവഹിക്കും. ഇപ്പൊ 2009 പ്രായം കുറവായിരുന്നു, ലോക്സഭ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പാർട്ടി നിശ്ചയിച്ചു. അതിന് അന്ന് ചെറിയൊരു വോട്ടിനാണ് പോയത്. അതിനുശേഷം 12 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ സ്ഥാനാർത്ഥിയായി പാർട്ടി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീരുമാനിക്കുന്നത്. അപ്പോൾ 12 കൊല്ലവും സംഘടനാ പ്രവർത്തനമായിരുന്നു നടത്തിയത്. പാർട്ടിയിലെ ഭൂരിപക്ഷം വരുന്നവരും സംഘടനാ പ്രവർത്തനം നടത്തുന്നവർ, ഒരു പഞ്ചായത്ത് ബോർഡംഗം പോലും ആകാത്തവർ ഭൂരിപക്ഷമുള്ളൊരു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അപ്പം അതുകൊണ്ട് അതൊക്കെ ആരെയാണോ ഏൽപ്പിക്കുന്നത് അവർ ഇടപെടുക. ആരേത് രംഗത്ത് പ്രവർത്തിക്കണമെന്ന് പാർട്ടിയാണ് തീരുമാനിച്ചത്. ഈ ടൂറിസം മേഖലയിൽ താങ്കൾ മന്ത്രിയായിട്ട് പ്രവർത്തിക്കുമ്പം നേരിട്ട ഏതെങ്കിലും ഒരു ഏറ്റവും വലിയൊരു വെല്ലുവിളിയുണ്ടോ? അതായത് ലൈക്ക് ഈ ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യായിരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പ്രധാന വെല്ലുവിളി? അത് വിവാദങ്ങളാണ്. അനാവശ്യ വിവാദം. അനാവശ്യമായ വിവാദങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസത്തിന്റെ കുതിപ്പിന്റെ വേഗത കുറക്കുന്നുണ്ടോ എന്നൊരു ആത്മപരിശോധന നമ്മൾ ഓരോരുത്തരും നടത്തും. മറ്റ് മേഖലകൾ പോലെയല്ല ടൂറിസം.
ടൂറിസത്തിൽ അനാവശ്യ വിവാദം വന്നാൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞത് ചൂരൽമല ദുരന്തം. അതെ, വയനാട് ഡിസാസ്റ്റർ എന്നാണ് പൊതുവെ അതിനെ വിശേഷിപ്പിച്ചത്. വയനാട്ടിലെ ഒരു പ്രദേശം മാത്രമാണ് ചൂരൽമല. എത്ര സഞ്ചാരികൾ റൂം ബുക്കിംഗ് ക്യാൻസൽ ചെയ്തറിയും. ഇപ്പോഴും പേടിക്കുന്നുണ്ടോ വയനാട്ടിലേക്ക് പോകാൻ? അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രചരണമാണ്. ബീച്ച് ടൂറിസത്തിൻ്റെ ഭാഗമായി അഡ്വഞ്ചർ സ്പോർട്സ് ഇവിടെ ഇല്ല എന്ന് നാട്ടുകാർ മുഴുവൻ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് പലതരത്തിലുള്ള അഡ്വഞ്ചർ സ്പോർട്സും കൊണ്ടുവരുന്നത്. ഈ അഡ്വഞ്ചർ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ തന്നെ സാഹസികത തയ്യാറാവുന്നവർക്ക് മാത്രമുള്ളതാ. ആരെയും നിർബന്ധിച്ചാലും ഉന്തി വിടുന്നില്ല. എന്നാൽ അതിനെന്തെങ്കിലും ഒരു പോരായ്മ വന്നാൽ അത് ഹൈലൈറ്റ് ചെയ്യപ്പെടും. അത് മറ്റുള്ളത് പോലെയല്ല, പിന്നെ ആളുകൾ പേടിക്കും. ഇങ്ങനത്തെ നെഗറ്റീവ് ആണ് കാര്യം. അല്ല, അപ്പൊ ഈ നെഗറ്റീവ് മറ്റു മേഖലകളെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് വരുന്നത് പോലെയല്ല ടൂറിസം മേഖലയെ. ടൂറിസം മേഖലയെ നെഗറ്റീവ് ബാധിക്കും. അതൊരു വസ്തുതയാണ്. അപ്പൊ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, രാഷ്ട്രീയമായ വിയോജിപ്പ് വെച്ചിട്ട് രാഷ്ട്രീയമായി ആക്രമിക്കാം, അതിലൊരു കുഴപ്പമില്ല. ഇനി ഒരു ദിവസം ഇപ്പൊ 3 എന്നുള്ളത് 5 ആക്കിക്കോട്ടെ ആരോപണം. പക്ഷെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് നെഗറ്റീവ് പബ്ലിസിറ്റി നൽകരുത്. അത് നമ്മുടെ നാടിനും ദോഷം, നാടിനെ മാത്രം ബാധിക്കും. കാരണം ടൂറിസം വികസിച്ചാൽ ഒരു നാട് പല നിലയിലും വികസിക്കും. ശരിയാണ്. അപ്പൊ അതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. എല്ലാവരും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകും. ഒരു ഹർത്താൽ പോലും ശരിക്കും അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ഒരു ഹർത്താൽ പോലും ചിലപ്പോൾ ടൂറിസ്റ്റുകളെ ഹർത്താലൊന്നല്ല ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ പൊതുവെ മനസ്സിലാക്കിയല്ല, ഹർത്താലൊന്നല്ല നമ്മുടെ നാട്ടിലെ പ്രശ്നം. നാട്ടിലെ പ്രശ്നം അനാവശ്യമായ നെഗറ്റീവ് പബ്ലിസിറ്റി. എന്തിനേയും നെഗറ്റീവായി കാണുന്ന ചിലരുണ്ട്. സാർ, രാവിലെ തൊട്ട് വൈകിട്ട് വരെ മഴ പെയ്താൽ വെള്ളപ്പൊക്കം വരും എന്ന് പറഞ്ഞ് പേടിപ്പിക്കത്തില്ലേ? അതെ, അല്ല, അപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ മഴയെ നമുക്ക് ഉപയോഗപ്പെടുത്താം. മഴ കാണാൻ ആഗ്രഹിക്കുന്ന വിദേശ സഞ്ചാരികളെ, കേരളത്തിന് പുറത്തുള്ള സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാൻ പറ്റുന്ന നിലയിലേക്ക്. താങ്ക് യു സാറേ, ഞാൻ തരാൻ വേണ്ടി വെച്ചിരുന്ന പുസ്തകമാണ് ഓൾറെഡി അവരെടുത്തോണ്ട് പോകുന്നത്. ഞാൻ എഴുതിയൊരു പുസ്തകമാണത്. INB ഡയറീസ് എന്ന് പറഞ്ഞ ആ പുസ്തകത്തില് ഞാനും എൻ്റെ വൈഫും എൻ്റെ മകനും എൻ്റെ അനിയനും ഞങ്ങള് 4 പേരും കൂടെ ഞങ്ങളുടെ വണ്ടിയിൽ 8 മാസം ഞങ്ങൾ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ. ഞങ്ങളുടെ വണ്ടിയിൽ 8 മാസം കൊണ്ട് ഞങ്ങൾ ഏകദേശം 40,000-ഓളം കിലോമീറ്റർ വണ്ടി ഓടിച്ചു. അതായത് ഒരു ലോക സഞ്ചാരത്തിന് ഫോർച്യൂണറിലായിരുന്നു. അപ്പൊ ഈ ലോക സഞ്ചാരത്തിന് പോകുന്നതിന് മുമ്പ് നമ്മുടെ നാട് കാണണമല്ലോ. അപ്പൊ നാട് കാണാന്നുള്ള ഉദ്ദേശമായിരുന്നു. എന്റെ മകൻ ആ സമയത്ത് 1 വയസ്സായിരുന്നു. എല്ലാ സ്റ്റേറ്റും പോയി. ഈ യാത്രക്കിടയിലാണ് അവൻ നടന്നു തുടങ്ങിയതും അവന്റെ അച്ചീവ്മെന്റ്സ് ഒക്കെ സംഭവിച്ചതൊക്കെ. അപ്പോ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അതൊരു പുസ്തകമാക്കിയതാണ്. അത് സാറിന് തരുമെന്ന് അവൻ അറിയാം. അതാണ് ഇപ്പൊ അത് കൊണ്ടുവന്ന് തന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഈ തിരക്കുകൾക്കിടയിലും ചാറ്റ് വിത്ത് ഭക്തനിൽ എന്നോടൊപ്പം വന്ന് കുറച്ച് സമയം ചെലവഴിച്ചതിൽ സന്തോഷം. താങ്കളുടെ മനസ്സിലുള്ളതുപോലെ തന്നെ കേരളം വളരെ നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റാൻ ലോകത്തിന് മുമ്പിൽ കേരള ടൂറിസത്തിന്റെ കേരള ടൂറിസം ഇങ്ങനെ തലയെടുപ്പോടെ നിൽക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. പ്രേക്ഷകരോട് പറയാനുള്ളത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നെഗറ്റീവ് പബ്ലിസിറ്റി ഏറ്റവും അധികം ബാധിക്കുക ടൂറിസം മേഖലയാണ്. ടൂറിസം മേഖലയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നമ്മുടെ നാട്ടിലേക്ക് സഞ്ചാരികൾ വരുന്നതിന്, നമ്മുടെ വീട്ടിലേക്ക് അതിഥികൾ വരുന്നത് പോലെ സ്വീകരിക്കാനുള്ളൊരു നിലപാടാണ് നമ്മൾ എടുക്കേണ്ടത്. രാഷ്ട്രീയമായ വിയോജിപ്പുള്ളവരുണ്ടാകാം, അവർക്ക് രാഷ്ട്രീയമായിട്ട് എങ്ങനെ വേണമെങ്കിലും ആക്രമിക്കാം. പക്ഷെ അത് ടൂറിസം മേഖലയെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അക്രമമാകരുത്. ടൂറിസം മേഖല അത് ഇനിയും കേരളത്തിൽ വികസിക്കാനുള്ള അനന്ത സാധ്യതയുണ്ട്. അതിന് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.